ഈശോ ഈശോ നാഥ സുഖമാക്കുവാനായി വരണേ വരണേ വരണേ. ഈശോ ഈശോ നാഥ സുഖമാക്കുവാനായി വരണേ വരണേ വരണേ. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു. വിശാലം നിൻ വാത്സല്യം കടൽ പോലെ ഒഴുകുന്നു. കൃപയായി നിൻ കാരുണ്യം ആകാശം പോലെ. വിശാലം നിൻ വാത്സല്യം കടൽ പോലെ ഒഴുകുന്നു. കൃപയായി നിൻ കാരുണ്യം. ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ എന്നും. ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ എന്നും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒരു സുന്ദരമായൊരു വചനം നൽകുകയാണ്. അത് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനമാണ്. മാർക്ക് ചാപ്റ്റർ 12 വേഴ്സ് 24. ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് തുറക്കണം. നോട്ട് ബുക്കൊക്കെ ഒന്നെടുത്ത് ആ വചനമൊക്കെ ഒന്ന് എഴുതിയെടുത്ത് പഠിക്കണം. കിട്ടില്ലേ? മർക്കോസ് 12:24. യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. കേട്ടോ രാജപുരംകാരെ, കേട്ടോ? അതായത് നമ്മൾക്ക് തെറ്റുപറ്റുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് 2 കാര്യങ്ങൾ വചനത്തിൽ പഠിപ്പിക്കും. ഒന്നും കൂടെ ശ്രദ്ധിച്ചു വായിക്കാം. യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. നമുക്കൊക്കെ ഒത്തിരി തെറ്റുകൾ പറ്റുന്നവരാണ്. തെറ്റുപറ്റുന്നതിനുള്ള കാരണം വചനം പഠിപ്പിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? വിശുദ്ധ ലിഖിതങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ. വിശുദ്ധ ലിഖിതങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ. ഹല്ലേലൂയ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വചനം അറിയാത്തത്, ബൈബിൾ വായിക്കാത്തത്, വചനം പഠിക്കാത്തത് നമുക്ക് തെറ്റുപറ്റുന്നതിന് ഇടവരുത്തും. അപ്പൊ ഒന്നാമത്തെ കാര്യം വചനം പഠിക്കാത്തതും പ്രാർത്ഥിക്കാത്തതും. രണ്ടാമത്തെ കാര്യം വചനം പഠിപ്പിക്കുന്ന എന്താണ്? ദൈവത്തിന്റെ ശക്തിയെ അറിയാത്തത്. ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണ്? പരിശുദ്ധാത്മാവാണ്. പറഞ്ഞേ, പരിശുദ്ധാത്മാവാണ്. അപ്പൊ 2 കാര്യങ്ങൾ. 1 വചനം, 2 പരിശുദ്ധാത്മാവ്. ഒന്ന് പറഞ്ഞേ. 1 വചനം, 2 പരിശുദ്ധാത്മാവ്. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞു. 1 വചനം, 2 പരിശുദ്ധാത്മാവ്. ഞാൻ ചോദിക്കട്ടെ, ബൈബിൾ 73 പുസ്തകങ്ങൾ അടങ്ങിയതാണ് ബൈബിൾ. ഈ ബൈബിൾ മുഴുവൻ വായിച്ചിട്ടുള്ളവര് ഒന്ന് കൈപൊക്കാവോ? ഒത്തിരി പേരുണ്ട്. കൈപൊക്കാത്തവർക്ക് ഒരു ചെറിയൊരു നാണമൊക്കെ തോന്നേണ്ടതാണ്. വായിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തോണ്ട് കിട്ടുന്ന സമയത്ത് വചനമൊക്കെ വായിക്കാനായിട്ട് തീരുമാനിച്ചോണം. 73 പുസ്തകങ്ങൾ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അടങ്ങിയിട്ടുള്ള ഈ പുസ്തകം, ഈ വചനം നമ്മൾ വായിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഗതി നമുക്ക് മാറിക്കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തത് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ പാടുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് ഒരു ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റുപറ്റാതെ ജീവിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം വായിക്കണം, പരിശുദ്ധാത്മാവിനോടൊരു ബന്ധം ഉണ്ടാവണം. ഒന്ന് പറഞ്ഞേ, വചനം വായിക്കണം, പരിശുദ്ധാത്മാവിനോടൊരു ബന്ധം ഉണ്ടാവണം. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, വചനം വായിക്കണം,
പരിശുദ്ധാത്മാവിനോട് ഒരു ബന്ധം ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. ഞാൻ ചോദിക്കട്ടെ, കല്യാണം കഴിച്ചവരൊന്ന് കൈപൊക്കിക്കേ. പകുതി കല്യാണം അല്ല, ഫുൾ കല്യാണം. ചിലത് ഇച്ചിരി കല്യാണം കഴിച്ചിട്ട്, അങ്ങനെയല്ല. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനാണ്. അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിക്കേ. കല്യാണം കഴിച്ച എല്ലാവരും. ഈ കൂട്ടത്തിൽ ഒട്ടുമുക്കാലും പേര് കല്യാണം കഴിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കല്യാണം കഴിച്ചവരെല്ലാവരും ഒന്ന് നിവർന്നിരുന്നേ. നിവർന്നിരുന്നേ. കല്യാണം കഴിക്കാത്തവർ എങ്ങനെ വേണമെങ്കിലും ഇരുന്നു. കല്യാണം കഴിച്ചവർ നിവർന്നിരുന്നേ. വെരി ഗുഡ്. എന്നിട്ടൊന്ന് കണ്ണടച്ചേ. ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളോട് ഇതിനു മുമ്പ് പലരും ചോദിച്ചതാണ്. പക്ഷെ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഒന്ന് ചോദിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിനു മുമ്പ് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എങ്കിലും ആത്മാർത്ഥമായിട്ട് ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. കണ്ണടച്ചോളൂ. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ കല്യാണം കഴിച്ചവർ നിവർന്നിരുന്ന് കണ്ണടച്ചോളൂ. ചോദ്യം ഇതാണ്: ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഇതേ ജീവിത പങ്കാളി തന്നെ മതിയെന്ന് വിശ്വസിക്കുന്ന ബോധ്യമുള്ളവർ മാത്രം കൈവക്കണം. അമ്പട കൈതാത്തിക്കേ. കണ്ണു തുറന്നോ. നല്ലൊരു കയ്യടി കർത്താവായി സ്വയ്ക്ക് കൊടുത്തേ. രസകരമായ കാഴ്ചകൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ആ സൈഡിൽ ഒരു ചേച്ചി ആവേശത്തിൽ കൈപൊക്കി. പിന്നെയാണ് ചേച്ചിക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായത്. ദൈവമേ, ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഈ കുരിശിന്റെ വഴി വീണ്ടും ഞാൻ ചുമക്കണം. ആ ചേച്ചി ഞാൻ നോക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ആരും കാണുന്നില്ല എന്ന് കണ്ടപ്പോ കൈ താത്തി, തല ചൊറിഞ്ഞിട്ട് കൈ താത്തിട്ടു. ഈ സൈഡിൽ ഒരു ചേട്ടൻ ഏന്തി വലിഞ്ഞ് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. മിക്കവാറും പെമ്പർനോത്ത് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുമായിരിക്കും അല്ലെ. അവള് കൈ പൊക്കുന്നുണ്ടോ എന്നോ നോക്കിയത്. എന്റെ പ്രിയപ്പെട്ടവർ, ഈ ചോദ്യം ഉണ്ടല്ലോ, കാര്യം ചെറിയ ചോദ്യമാണെങ്കിൽ എന്നാ വലിയ ചോദ്യം എന്നറിയൂ. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഇതേ ജീവിത പങ്കാളി തന്നെ. ഇങ്ങനെയൊക്കെ ഒന്ന് വിശ്വസിക്ക്. വീണ്ടും ഒന്ന് ഏറ്റെടുക്കണമെങ്കിൽ ഇപ്പൊ സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പോൾ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നമുക്ക് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വീട്ടിലും എന്റെ വീട്ടിലും സമാധാനം ഉണ്ടാവണമെങ്കിൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മളെ ക്ഷണിക്കുകയാണ്. നമുക്കുള്ള സമയത്തിനുള്ളിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തില് 10 ദമ്പതികളെ കുറിച്ച് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുവാണ്. 10 ദമ്പതികൾ. നോട്ട് ബുക്കൊക്കെ ഉള്ളവർ എഴുതിയെടുത്ത് പഠിക്കണം. നല്ലതാ. ആരെങ്കിലും പഠിപ്പിക്കാനും നിങ്ങൾക്ക് ഗുണം ചെയ്യും. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ 10 ദമ്പതികൾ. ഓരോ ദമ്പതിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഓരോ ദമ്പതികളും ചില കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ബന്ധങ്ങളിൽ ആവശ്യമായത് ഇതിങ്ങനെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ ദമ്പതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ആദ്യത്തെ ദമ്പതികളാണ്, ആദവും ഹൗവായും. നോട്ട് ബുക്ക് ഉള്ളവർ എഴുതിയണം. ഒന്നാമത്തെ ദമ്പതി ആദം ഹൗവ. ആദം ഹൗവ. പ്രിയപ്പെട്ടവരെ, ഇവരുടെ കല്യാണം ആശീർവദിച്ചത് ആരായിരുന്നു? സർവശക്തനായ ദൈവമാണ് ഇവരുടെ കല്യാണം, വിവാഹം ആശീർവദിച്ചത്. അന്ന് ഇവരുടെ വിവാഹം ആശീർവദിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം പറഞ്ഞു, ഇനി മുതൽ ഇവർ രണ്ടല്ല ഒന്നാണ്. കല്യാണം കഴിച്ച എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ചോദിക്കട്ടെ, നിങ്ങളുടെ കല്യാണം സർവശക്തനായ ദൈവം ആശീർവദിച്ചത് ഏതെങ്കിലും ഒരു പുരോഹിതനിലൂടെ ആയിരിക്കും. നിങ്ങളെ കല്യാണം ആശീർവദിച്ച പുരോഹിതനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. എല്ലാവരും ഓർക്കുന്നുണ്ട്. ചിലര് പറയുന്നു, എന്റെ അച്ഛാ ഓർമ്മിപ്പിക്കല്ലേ അല്ലേ. ചിലർക്കത് ഓർക്കാൻ താല്പര്യമില്ല. ചിലര് പറയും, എങ്ങനെ മറക്കും ആ ദിവസം. നിങ്ങളുടെ വിവാഹം ആശീർവദിച്ച വൈദികൻ ജീവനോടെ ഉണ്ടോ? അദ്ദേഹം ഇപ്പൊ എവിടെയുണ്ട്? അതൊന്ന് അന്വേഷിക്കണം. ചെയ്യാവുന്ന ഒരു സൽകൃത്യം പറയട്ടെ. നിങ്ങളുടെ വിവാഹം ആശീർവദിച്ച വൈദികനെ ജീവനോടെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ മക്കളോ കൊച്ചുമക്കളോ നിങ്ങൾക്കുള്ള പരിവാരങ്ങളൊക്കെ ആയിട്ട് പോയി അവരെ ഒന്ന് കണ്ട് അവരുടെ ഒരു ആശീർവാദമൊക്കെ വാങ്ങണം. ചിലപ്പോൾ അച്ഛന്മാര് മറന്നിട്ടുണ്ടാവും. എന്നിട്ട് അപ്പൊ അവരോട് പറയണം, അച്ഛാ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന പള്ളിയിൽ വെച്ച് അച്ഛൻ ആശീർവദിച്ചതാണ് ഞങ്ങളെ. അപ്പൊ അത് പറയണം. അത് പറഞ്ഞ് അച്ഛന്റെ ഒരു ബ്ലെസ്സിങ് നമ്മൾ വാങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെയ്യുവോ?
പ്രത്യേകിച്ച് പ്രായമായിട്ടുണ്ടാവും പല അച്ഛന്മാരും. അവരെ കാണാൻ വേണ്ടിയിട്ട് അവര് താമസിക്കുന്ന വൃദ്ധമന്ദിരങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കേക്ക് കൊണ്ടുപോകണ്ട, ഷുഗറൊക്കെ ആയിട്ടുണ്ടാവും. വല്ല റസ്കോ ബിസ്ക്കറ്റൊക്കെ വാങ്ങി അങ്ങോട്ട് കൊണ്ടുപോകണം. എന്നിട്ട് അച്ഛന്മാരെയൊക്കെ കണ്ട് അവരുടെ ഒരു സ്നേഹവും അവരുടെ ഒരു സന്തോഷവും ഒക്കെ സ്വീകരിക്കണം. നിങ്ങളുടെ വിവാഹം ആശീർവദിച്ച വൈദികനോട് നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു പ്രാർത്ഥനയും അടുപ്പവും ഉണ്ടായിരിക്കണം. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് കേട്ടവര് ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. എത്ര പേര് കേട്ടെന്ന് നോക്കട്ടെ. അപ്പൊ കേട്ടവര് ഇത് പ്രായോഗിക തലത്തിലെത്തണം. ആദത്തെ ഹൗവായെയും ആശീർവദിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ? രണ്ടല്ലേ? അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കണക്കിൽ പഠിച്ചിട്ടുള്ളത്? ഓർമ്മയില്ല പണ്ട് സ്കൂളിൽ എഞ്ചുപടി എന്ത് കഷ്ടപ്പെട്ട കണക്ക് പഠിച്ചെന്നറിയോ? അന്ന് നമ്മുടെ തലയ്ക്കകത്ത് കണക്കിങ്ങനെ കയറ്റി വെച്ചു. 2 2 4, 4 4 8 8 16 16 32 32 64 64. എന്റെ അച്ഛാ, 32 കഴിഞ്ഞപ്പോ ചിലര് 33 34 അല്ലേ? ഇതാണ് കണക്ക്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചപ്പോ എന്ത് കഷ്ടപ്പെട്ട ഇത് പഠിച്ചതല്ലേ? 2 2 4 4 4 8 8 8 16 16 16 32 32 32 64. അയ്യോ, ഇങ്ങനെ നമ്മൾ കണക്ക് തലയ്ക്കകത്തോട്ട് കയറ്റി. ഈ കണക്ക് എന്ന് പറയുന്നത് ഒരു വിഷയം മാത്രമല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കാൻ ആ വ്യക്തിയെ സഹായിക്കുന്ന, കാര്യകാരണ സഹിതം ചിന്തിക്കാൻ ആ വ്യക്തിക്ക് ബലം കൊടുക്കുന്ന ലോജിക്, കാര്യകാരണ സഹിതം കൃത്യമായ റീസണബിൾ ആയിട്ട് ഒരു വിഷയത്തെ പഠിക്കാൻ സഹായിക്കുന്ന ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ്, കണക്ക്. ഏതൊരു സിനിമയിലൊക്കെ കഥാപാത്രം പറയുന്നില്ല അല്ലെ, വിത്തൗട്ട് മാത്തമാറ്റിക്സ് ബബ്ബാ. ഭൂഗോളത്തിന്റെ സ്പന്ദനം ഇരിക്കുന്നത് കണക്കിലാണെന്നൊക്കെ പറയുന്നില്ലേ? അതിതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ക്, ഈ ചെറുപ്പത്തിലെ കണക്ക് കൂട്ടാൻ പഠിക്കുന്നത് കൊണ്ട് എന്താ മെച്ചം? നമ്മള് കണക്ക് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ കണക്ക് കൂട്ടും. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾക്ക് കണക്ക് തെറ്റിയവർ ഇവിടെ ഇരിപ്പുണ്ട്. കാരണം മകനെ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ, മകളെ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ ചില കണക്ക് കൂട്ടലുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം തെറ്റി അകപ്പാട് അസ്വസ്ഥതയുള്ളവരുണ്ടാവും. ഇങ്ങോട്ട് നോക്കിക്കേ എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിന്റെ ആത്മാവ് ആദത്തെ ഹൗവായും ചേർത്ത് വെച്ചുകൊണ്ട് ആദ്യം പഠിപ്പിച്ച കാര്യം, നിങ്ങൾ ഇനി മുതൽ കണക്ക് കൂട്ടരുത്. നിങ്ങളുടെ തലയ്ക്കകത്തുള്ള ബുദ്ധി കൊണ്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധം അങ്ങ് ശരിയാകത്തില്ല. ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതാ ഒന്നാണെന്ന് വചനം പഠിപ്പിച്ചപ്പോൾ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കുടുംബ ജീവിതം ഇനി മുതൽ നിങ്ങളുടെ ബുദ്ധിയുടെ തലത്തിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് ഇതൊരു അത്ഭുതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്ന ആളോട് പറഞ്ഞ്, നിന്റെ ജീവിതം ഒരു അത്ഭുതമാണ്. അത് സത്യാച്ചാ, അതൊരു അത്ഭുതമാണേ, അല്ലേ? മലബാറിന്റെ കുടിയേറ്റവും ജീവിതവും കഷ്ടപ്പാടും ഇവിടെ ഇരിക്കുന്ന ഇരിപ്പൊക്കെ കാണുമ്പോ ഇതൊരു അത്ഭുതം അല്ലാതെ പിന്നെ എന്നതാച്ചാ, ഇതൊരു അത്ഭുതമാണേ. ആദത്തെ ഹൗവായും ദൈവം ചേർത്ത് വെച്ചുകൊണ്ടൊരു കുടുംബത്തെ സ്ഥാപിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിച്ചു, ബുദ്ധി കൊണ്ട് അളന്നാൽ ഒരിക്കലും നിന്റെ ജീവിതത്തെ മനസ്സിലാക്കാൻ പറ്റില്ല, മറിച്ച് ദൈവത്തിന്റെ വിശ്വസ്തതയിൽ മാത്രമേ ഈ കുടുംബം നിലനിൽക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ദൈവം ആദത്തെ ഹൗവായും ചേർത്ത് വെച്ചെങ്കില് ഈ ആദത്തെ ഹൗവായിലൂടെയും ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദമ്പതികളെ പഠിപ്പിക്കുന്ന ഒരു പാഠം, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദത്തെ ഹൗവായും പറുദീസായിൽ നിന്ന് പുറത്താക്കിയെന്ന് നമ്മൾ പണ്ട് മുതൽ ഈ കാറ്റഗിസം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. എന്നാൽ ബൈബിൾ അല്പം കൂടെ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും, പാപം ചെയ്തു കഴിഞ്ഞ ഉടനെ ഒന്നും ആദത്തെ ഹൗവായെന്നും പറുദീസായിൽ നിന്ന് പുറത്താക്കിയില്ല, മറിച്ച് ദൈവം ആദത്തെ ഹൗവായും സന്ദർശിക്കാൻ വേണ്ടി ഇതാ ഏദെൻ തോട്ടത്തിലെത്തും. അവിടെ വന്ന് ദൈവം ആദത്തോടൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ചോദ്യം ഇങ്ങനെയാണ്, ആദമേ, തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ തിന്നോ? ആദം എന്തുത്തരം പറഞ്ഞു? തിന്നുവെന്നാണോ പറഞ്ഞേ? അല്ല, ആദം പറഞ്ഞു, ആദം എന്തു പറഞ്ഞു? ഹൗവ തന്നു എന്നല്ല. ആ സെന്റൻസ് നിങ്ങളൊന്ന് പഠിക്കണം.
നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ. അങ്ങനെ പറഞ്ഞേ. അപ്പൊ ആരാ പ്രതി? ആരാ ഒന്നാം പ്രതി? ആരാ? ഹൗവയല്ല. നീ 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 എനിക്ക് കൂട്ടിന് തന്ന ഇവള്, നീയാണ് ഒന്നാം പ്രതി. മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന എന്റെ ജീവിതത്തിൽ വല്ല ആവശ്യമുള്ള കാര്യമാണോ? അല്ലേ? ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിലൊക്കെ ചില വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ നെഞ്ചത്ത് കൈവച്ചോണ്ട് ദൈവമേ അതാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ആവശ്യമുള്ള കാര്യമാണോ? ദൈവമേ നീയാണ് ഒന്നാം പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദത്തോട് ദൈവം ചോദിച്ച ചോദ്യത്തിനല്ലാതെ ഉത്തരം കൊടുത്തത്. എടാ, തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ തിന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിന്നു എന്ന് പറയേണ്ട ആദം അതിന് പകരമായിട്ട് പറഞ്ഞു, നീ എനിക്ക് കൂട്ടിന് തന്ന ഇവള്. ഒന്നാം പ്രതി ദൈവമേ നീ, രണ്ടാം പ്രതി എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി, പഴി ചാരാൻ തുടങ്ങി. ഈ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം, പഴി ചാരുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഓർത്തോണം, നമ്മുടെ ഏതെങ്കിലും ഒരു തെറ്റിനെ മറച്ചു വെക്കാനുള്ള നമ്മുടെ ഒരു അഭ്യാസമാണ്. നമ്മൾ മറ്റുള്ളവരെ പഴി ചാരുമ്പോൾ സംഭവിക്കുന്ന കാര്യം, നമ്മുടെ കുറവിനെ നമ്മൾ മറച്ചു വെക്കുന്ന ഒരു അഭ്യാസം അതിന്റെ പിന്നിൽ സംഭവിക്കുന്നുണ്ട്. ഹൗവായോട് ദൈവം ചോദിച്ചു, ഹൗവായെ തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ തിന്നോ? ഹൗവ പറഞ്ഞത് എന്താ? സർപ്പം തന്നു, ഞാൻ തിന്നു. ആരുടെ കുഴപ്പം? സർപ്പത്തിന്റെ കുഴപ്പം, എന്റെ കുഴപ്പമല്ല എന്ന് പറഞ്ഞാൽ, ആദത്തിന് ഹൗവായ്ക്കും ഏദേൻ തോട്ടം സ്വർഗതുല്യമായ അനുഭവം നഷ്ടമായത് എപ്പോഴാണ്? അവർ എപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തിയോ പഴിചാരിയോ അപ്പോൾ മുതൽ അവരുടെ സന്തോഷം, സമാധാനം കുടുംബത്തിൽ നഷ്ടമായി. ഇത് കേൾക്കുന്ന രാജപുരം ദേശവാസികളെ, ഓൺലൈനിൽ പങ്കെടുക്കുന്നവരെ ശ്രദ്ധിച്ച് നീ പഠിച്ചോണം. നിന്റെ വീട്ടിൽ എപ്പോഴാണോ പരസ്പരം പഴിചാരുന്ന, കുറ്റപ്പെടുത്തുന്ന സ്വഭാവം വർദ്ധിക്കുന്നത്, അതനുസരിച്ച് കുടുംബത്തിലെ സമാധാനം പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ആദവും ഹൗവായും പഠിപ്പിക്കുന്ന ഈ പാഠം പഠിക്കാം. എന്താണെന്നറിയാവോ? പരസ്പരം കുറ്റപ്പെടുത്തരുത്. വലതും ഇടതും ഇരിക്കുന്ന ആർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, പരസ്പരം കുറ്റപ്പെടുത്തരുത്. പറഞ്ഞോ? എന്താ പറഞ്ഞേ? കുറ്റപ്പെടുത്തരുത്. പരസ്പരം കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുത്തുന്ന ഒരു വാസനയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സ്വഭാവം നിങ്ങളുടെ സ്വഭാവമാണോ? അല്ല. മിക്കവാറും കുടുംബങ്ങളെ ചിന്തിച്ചു നോക്കണം, രണ്ടും രണ്ട് സ്വഭാവമായിരിക്കും. ഒരെണ്ണം പിശുക്കനാണെങ്കിൽ ഒരെണ്ണം പിശുക്കിയല്ലായിരിക്കും, അല്ലേ? ഒരാൾ പ്രാർത്ഥിക്കുമെങ്കിലും മറ്റേയാൾ പ്രാർത്ഥിക്കത്തില്ല. ഒരാളുടെ സ്വഭാവത്തിന് നേർ വിപരീതമായിരിക്കും. എന്തിനു വേണ്ടി? വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? നീ പരസ്പരം കുറ്റപ്പെടുത്താനല്ല, മറിച്ച് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് ആ വ്യക്തിയെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ്. ആ വ്യക്തിയുടെ കുറവോടുകൂടെ തന്നെ അംഗീകരിക്കുമ്പോഴാണ്, സ്നേഹിക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ നാൾ പ്രാർത്ഥിക്കാൻ വന്നൊരു ഭാര്യയും ഭർത്താവും. ഭർത്താവ് എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങള് വലിയ പ്രശ്നത്തില്ല. ഞാൻ ചോദിച്ചു, എന്നതാ പ്രശ്നം? അച്ഛാ, ഇവള് പറയണത് എനിക്ക് മനസ്സിലാവണില്ല. ഭാര്യ ഉടനെ പറഞ്ഞു, അച്ഛാ അത് തന്നെ എന്റെയും പ്രശ്നം, ചേട്ടൻ പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് ഭാഷയിലാ പറയണേ? അയ്യോ അച്ഛാ, ഭാഷയുടെ പ്രശ്നം അല്ല അച്ഛാ, ഭാഷയുടെ പ്രശ്നം അല്ല. ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവരാ. ഇപ്പോ കുറച്ച് നാളുകളായി അച്ഛാ എനിക്ക് ചേട്ടൻ പറയണൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്ന് മുതലാ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാകാതെ പോയത്? പണ്ട് നോട്ടം കൊണ്ട് മനസ്സിലാകുമായിരുന്നു, അല്ലേ? അങ്ങനെയല്ലേ ജീവിത രീതികൾ? ഒന്ന് നോട്ടം കൊണ്ട് മനസ്സിലാകുമായിരുന്നു, ചില ചലനങ്ങൾ കൊണ്ട് മനസ്സിലാകുമായിരുന്നു. ഇപ്പോഴോ നോക്കിയിട്ടും മനസ്സിലാകുന്നില്ല. തൊട്ടടുത്ത് നിന്ന് അലറുകയാണ്, അല്ലേ? നിനക്ക് മനസ്സിലാവണില്ലേ? തൊട്ടടുത്ത് നിന്നിട്ട് അലറുന്നത്. ആർക്ക് മനസ്സിലാവാൻ? എങ്ങനെ മനസ്സിലാവാൻ? പണ്ട് നോട്ടം കൊണ്ട് മനസ്സിലാക്കിയിരുന്നത് ചലനം കൊണ്ടും ശബ്ദം കൊണ്ടും മനസ്സിലാക്കിയിരുന്ന കാലം മാറിയെന്ന്. ഞാൻ ഡൽഹിയിലായിരുന്ന അവസരത്തിൽ ഒരു വീട്ടില്, കല്യാണം കഴിഞ്ഞിട്ട് അധിക നാളായിട്ടില്ല, അവരവിടെ താമസമൊക്കെ തുടങ്ങി. അപ്പൊ പറഞ്ഞു, അച്ഛ ഒന്ന് വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ വീട്ടിൽ ചെന്നു. ഞാനൊരു കസേര ഇരിക്കുന്നു, ഓപ്പോസിറ്റ് കസേരയിൽ ഭർത്താവ് ഇരിക്കുന്നു. ഭാര്യ ചാരി നിന്ന് ഞങ്ങളുടെ സംഭാഷണം കേൾക്കുന്നു. ഇതാണ് രംഗം. ഞാനിരിക്കുന്നു, ഹസ്ബൻഡ് ഭർത്താവ് ഇരിക്കുന്നു, ജീവിത പങ്കാളി ഭാര്യ ഈ ഭിത്തിയിൽ ഇങ്ങനെ ചാരി നിന്ന് ഞങ്ങളുടെ സംസാരം കേൾക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ സംസാരമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഭർത്താവ് ഭാര്യയെ നോക്കി.
നോക്കുക മാത്രമല്ല, ആ സ്നേഹത്തോടെ നോക്കുന്നതോടൊപ്പം ഭർത്താവ് എന്നൊരു ഒച്ച കേൾപ്പിച്ചു. ഇവിടെ എന്തുവാ പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ അതിനെ മൊരടനക്കുക എന്ന് പറയും അല്ലെ? ഭർത്താവ് ഭാര്യയെ നോക്കി എന്നൊരു ഒച്ച കേൾപ്പിച്ചു. ഈ ഒച്ച കേട്ട ഭാര്യ ഞാൻ നോക്കുമ്പോൾ അകത്തോട്ട് പോയി. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭാര്യ വന്നപ്പോൾ കയ്യിൽ ചായയും ബിസ്ക്കറ്റും. അപ്പോൾ ഈ ഭാര്യയെ ഭർത്താവ് നോക്കിയിട്ട് എന്ന് കേൾപ്പിച്ച ഒച്ചയുടെ അർത്ഥം എന്ത്? ആ എടി, നീ ഇവിടെ വായും പൊളിച്ച് നിൽക്കാതെ പോയി ചായ എടുത്തോണ്ട് വാ. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഷെടാ ഇത് കൊള്ളാലോ, ഇത് ന്യൂജൻ ഭാഷയാണ് എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു. ഞാൻ തിരിച്ച് ധ്യാനകേന്ദ്രത്തിൽ ചെന്നപ്പോ അവിടെ ഒരു ഹിന്ദിക്കാരൻ ചെറുക്കനാണ് ഇതൊക്കെ അവിടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാൻ അവനെ കണ്ടു. അവന്റെ മുഖത്ത് നോക്കി ഒരു നല്ല സ്നേഹത്തോടെ ചിരി. ആ ചിരിയുടെ കൂട്ടത്തിൽ ഞാൻ എന്നൊരൊച്ച കേൾപ്പിച്ചു. ഉടനെ ഇവൻ എന്നോട് ചോദിച്ചു, ഗരംപാനി വേണോന്ന്, ചൂടുവെള്ളം വേണോന്ന്. എന്റെ തൊണ്ടയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് അവൻ ചിന്തിച്ചത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇത് ഇവിടെ വർക്കൗട്ട് ആവൂല. അത് ആ ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമേ മനസ്സിലാവുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ വീട്ടില് പണ്ട് നോട്ടം കൊണ്ടും ചലനം കൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടിരുന്നു അല്ലേ? അങ്ങനെയല്ല ഈ അമ്മായിയമ്മേനെയൊക്കെ പറ്റിച്ചത്. ഇപ്പൊ എന്റെ ദൈവമേ, തൊട്ടടുത്ത് നിൽപ്പുണ്ടാള് അതിനും ഒന്നും മനസ്സിലാക്കാൻ പെടുന്ന പാട്. പഴയ നിയമത്തില് ഉൽപ്പത്തി പുസ്തകം വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരം എന്ന് പറയുന്ന ഒരു ഗോപുരത്തെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ബാബേൽ എന്ന വാക്കിന്റെ അർത്ഥം ആശയം, അതായത് പരസ്പര ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പരസ്പരം ആശയക്കുഴപ്പം ഉണ്ടാക്കുക. ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ ഒരു ഗോപുരം പണിയുമ്പോൾ ദൈവം എന്ത് ചെയ്തു? അവരുടെ ഭാഷ അങ്ങ് ഭിന്നിച്ചു കളഞ്ഞു. ഒരുത്തൻ കെട്ടിടം പണിയുന്ന മുകളിൽ നിന്നുകൊണ്ട് ഇഷ്ടിക എടുക്കാൻ പറയുമ്പോൾ അവൻ അവിടെ നിന്ന് മണ്ണ് കൊടുത്തുവിടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷ അങ്ങോട്ട് ഭിന്നിക്കപ്പെട്ടു. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദേശവാസികളെ, നിന്റെ വീട്ടിൽ ഭാഷകൾ ഭിന്നിക്കപ്പെട്ടോ? നാളുകൾക്ക് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും കൂടെ വന്നപ്പോ പറഞ്ഞതുപോലെ, ഭാര്യ പറയാ, അച്ഛാ ചേട്ടൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഭർത്താവ്, എന്റെ അച്ഛ വെറുതെ പറയാ, എന്റെ എല്ലാ സ്നേഹവും ഇവക്കല്ലേ. അല്ലച്ച, എന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ സ്നേഹിക്കുന്നൊന്നുമില്ല. അപ്പൊ ഭർത്താവ്, എടി നീ എന്തുവാ പറയുന്നേ? എന്താ നിനക്ക് സ്നേഹം കിട്ടുന്നില്ലേ? അപ്പൊ ഈ ഭാര്യ പറഞ്ഞു, അച്ഛാ പണ്ടുണ്ടല്ലോ എന്നെ മോളേന്നാ വിളിച്ചോണ്ടിരുന്നത്. ഉടനെ തന്നെ ഭർത്താവ്, എന്റെ പൊന്നച്ഛ ഇപ്പോഴും ഞാൻ മോളേന്നാ വിളിക്കുന്നത്. ഭാര്യ പറഞ്ഞു, ശരിയാ അച്ഛാ, മോളേന്നാ വിളിക്കുന്നത്, പക്ഷെ അതിന് മുമ്പും ശേഷവും ഡാഷ് മോളെ ഡാഷ് അല്ലെ? ചില കാര്യങ്ങൾ അതിന്റെ മുമ്പും ശേഷവും ചേർന്നേ ഉള്ളൂ. മോള് തന്നെയാ, മോള് തന്നെയാ, പക്ഷെ മോളെ ചേച്ചിക്ക് നന്നായിട്ട് മനസ്സിലായി. അതേ ഇങ്ങോട്ട് നോക്കിയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാഷയൊക്കെ ഒന്ന് തന്നെയാ, പക്ഷെ അതിന്റെ ശൈലിക്കൊക്കെ വ്യത്യാസം വന്നു, രീതികൾക്ക് വ്യത്യാസം വന്നു. നമ്മുടെ കുടുംബത്തിന്റെ താളം അങ്ങ് തെറ്റി. എവിടുന്നറിയാവോ? പരസ്പരം കുറ്റപ്പെടുത്തുന്നിടത്ത് നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം മുഴുവൻ തെറ്റും. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തില് കുറ്റപ്പെടുത്തുന്ന ശീലമുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ട. പരസ്പരം അംഗീകരിക്കാം. ആദവും ഹൗവായും പറയുന്നു, ഉള്ള സമാധാനം നിലനിൽക്കണമെങ്കിൽ വീട്ടിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി, ഗുണം എന്ന് പറയുന്നത് പരസ്പരം അംഗീകരിക്കുക, കുറ്റപ്പെടുത്തരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി